ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രത്തിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ പുണ്യപുരാതനമായ അയ്യപ്പക്ഷേത്രമാണ് കുളത്തൂപ്പുഴ ശാസ്താക്ഷേത്രം. ഈ പുരാതന ക്ഷേത്രവും അതിൻ്റെ വർണ്ണനാതീതമായ പ്രകൃതി ഭംഗിയും കണ്ടു തന്നെ ആസ്വദിക്കണം. ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശാസ്താവ്, അതായത് ബാലകരൂപനായ അയ്യപ്പനാണ്. കുളത്തൂപ്പുഴ ബാലകൻ എന്നും അറിയപ്പെടുന്നു. കൊല്ലത്ത് നിന്നും 40 മൈൽ അകലെ കല്ലടയാറിൻ്റെ കൈവഴിയായ കുളത്തൂപ്പുഴയാറിൻ്റെ തീരത്താണ് ഈ പവിത്ര പുരാതന ക്ഷേത്രം നിലകൊള്ളുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ശ്രീ പരശുരാമനാൽ സ്ഥാപിക്കപ്പെട്ട 5 ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് എന്നാണ്. കൂടാതെ ശാസ്താ വിഗ്രഹം 8 ശിലകളാൽ പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടതായി വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളായി ശിവൻ, വിഷ്ണു, ഗണപതി, യക്ഷി, ഭൂതനാഥൻ, നാഗർ, കറുപ്പുസ്വാമി എന്നിവരുടെ പ്രതിഷ്ഠകളും ഉണ്ട്. ചരിത്രം പരിശോധിച്ചാൽ ക്ഷേത്രം സ്ഥാപിച്ചത് പന്തള രാജാവാണ് എന്നതാണ് കാണുന്നത്. ആദ്യകാലങ്ങളിൽ ക്ഷേത്രം കൊട്ടാരക്കര രാജാവിൻ്റെ അധീനതയായിരുന്നത് പിന്നീട് ട്രാവൻകൂർ ദേവസ്വം ബോർഡ് കൈമാറുകയാണ് ചെയ്തത്. ശബരിമലയും കുളത്തൂപ്പുഴയും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. ശബരിമല സന്ദർശിക്കുന്ന ഭക്തർ പലപ്പോഴും കുളത്തൂപ്പുഴയിലും സന്ദർശിക്കാറുണ്ട്. പിന്നെയുള്ള പ്രത്യേകത, കുളത്തൂപ്പുഴ വർഷം മുഴുവൻ ദർശന സൗകര്യമുണ്ട് എന്നുള്ളതാണ്. സ്ത്രീകൾക്കും പ്രവേശിക്കാം. സ്ത്രീകളുടെ ശബരിമല എന്നും അറിയപ്പെടുന്നു. ഈ ക്ഷേത്രം ഇതിൻ്റെ വശ്യഭംഗിയാർന്ന ആർക്കിടെക്ചർ കൊണ്ടും വളരെ ശാന്തസുന്ദരമായ ഗ്രാമീണ ഭംഗിയുടെ അവിസ്മരണീയ മുഹൂർത്തങ്ങളാണ് ഈ ക്ഷേത്രവും പരിസരവും നമുക്ക് നൽകുന്നത്. ക്ഷേത്രത്തിന് അരികിലൂടെ കുളത്തൂപ്പുഴയാർ പുണ്യനദിയായി വിശ്വാസികൾ കരുതുന്നു. ഐതിഹ്യങ്ങൾ പറയുന്നത് ഈ നദിക്ക് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ഉണ്ട് എന്നുള്ളതാണ്. നദിയിൽ കുളിച്ചാൽ പല അവശതകൾക്കും ശമനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. കൂടാതെ ഈ നദി പവിത്രമായ ഒരു കൂട്ടം മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ കൂടിയാണ്. ക്ഷേത്രം സന്ദർശിക്കുന്ന വിശ്വാസികൾ മീനൂട്ട് നടത്തിയേ മടങ്ങാറുള്ളൂ. നദിക്കരയിൽ തന്നെ മീനിനുള്ള ഭക്ഷണവും വാങ്ങാൻ കിട്ടും. പൊരിയും കടലയുമൊക്കെ മത്സ്യങ്ങൾക്ക് വാരി വിതറി വലിയ വലിയ മത്സ്യങ്ങൾ കൂട്ടത്തോടെ വന്ന് ആവോളം ഭക്ഷിക്കുന്നത് അടുത്തു നിന്ന് കണ്ടാസ്വദിക്കാം. പൂർവികരുടെ ആത്മാക്കളെ മത്സ്യമായി കണ്ട് ഭഗവാൻ അയ്യപ്പൻ സംരക്ഷിച്ചു പോരുന്നതായി ഒരു വിശ്വാസം. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന പാലുണ്ണി, അരിമ്പാറ പോലുള്ളവ മാറാനായി മീനൂട്ട് നേർന്നാൽ ഫലസിദ്ധി ഉറപ്പാണ്. തെളിനീരിൽ ഓടിയെത്തുന്ന ഭഗവത് ചൈതന്യമുള്ള സുന്ദര മത്സ്യങ്ങളും പ്രശാന്ത സുന്ദരമായ ഗ്രാമീണ ഭംഗിയും ഒരു ദിവ്യ അനുഭൂതിയാണ് പകർന്നു നൽകുന്നത്. മനസ്സിനും ശരീരത്തിനും ഒരു കുളിർമയും ശാന്തതയും അവാച്യമായ ഒരു അനുഭൂതിയാണ്. ഇതുവരെ കുളത്തൂപ്പുഴ സന്ദർശിച്ചിട്ടില്ലാത്തവർ ഇനി അടുത്ത യാത്ര ഇവിടേക്ക് തന്നെ ആക്കിക്കോളൂ. നിങ്ങൾക്കൊട്ടും നിരാശപ്പെടേണ്ടി വരില്ല. ദേവനെയും ദർശിച്ച് കാനന ഭംഗിയും ആസ്വദിച്ച് മീനൂട്ടും നടത്തി ഫോട്ടോയും എടുത്ത് ഒരു തിക്കും തിരക്കുമില്ലാതെ എല്ലാം സാവകാശം ആസ്വദിച്ച് സന്തോഷത്തോടെ മടങ്ങാനാവും. അപ്പോൾ നിങ്ങൾ റെഡിയല്ലേ അടുത്ത ട്രിപ്പ് കുളത്തൂപ്പുഴയിലേക്ക്? ഇനി ആ നദിയുടെ ഭംഗി ഒന്ന് കണ്ടാസ്വദിക്കൂ.